ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ശ്രീലങ്കൻ സ്റ്റൈൽ സാമ്പൽ എന്ന് പറയുന്ന റെസിപ്പിയാണ്. നമ്മളുടെ നാട്ടിലെ ഇടിയിറച്ചി പോലത്തെ ഒരു സാധനമാണിത്. ബട്ട് ഇത് നമുക്ക് ഉണ്ടാക്കി കുറേ നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഉണ്ടാക്കി വെച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നന്നായിട്ട് എല്ലാ സൈഡും നന്നായിട്ട് മുരിച്ച് ഫ്രൈ ചെയ്തെടുത്ത് അത് മാറ്റി വെക്കണം. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഉള്ളി, കനം കുറഞ്ഞ് അരിഞ്ഞ ഉള്ളി, ഗാർലിക്ക്, പിന്നെ കരിവേപ്പില, തേങ്ങ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ ഈ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉറദാലും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഗാർലിക്ക്, ഉള്ളി, കരിവേപ്പില, കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക്, വെള്ളമയമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ അത് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എരിവും ഉപ്പും നോക്കുക. അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് എരിവ് ഇനിയും കുറച്ചുകൂടെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യും. അപ്പം നമ്മളുടെ ശ്രീലങ്കൻ സ്റ്റൈൽ സാമ്പൽ ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അങ്ങനെ എന്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. വേറെ കറിയും കൂട്ടാൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വീക്സ് വരെ ഇത് പുറത്ത് നമുക്ക് വെച്ചേക്കാൻ പറ്റും. അതുപോലെ തന്നെ റെഫ്രിജറേറ്റ് ചെയ്യുവാണെങ്കിൽ 3 മാസം വരെ ഇത് നമുക്ക് കേടാവാതെ സ്റ്റോർ ചെയ്യാൻ പറ്റും. എടുക്കുമ്പോൾ ഡ്രൈ സ്പൂൺ യൂസ് ചെയ്യുക, സ്റ്റോർ ചെയ്യാൻ എയർ ടൈറ്റ് കണ്ടെയ്നർ യൂസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു കാര്യം മറക്കല്ലേ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.